പ്രിയപ്പെട്ട സഹോദരന്മാർ, വലിയ ഒരു തൗഫീഖാണ് ഹജ്ജ് എന്ന് പറയുന്നത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയ മുത്തുനബിയെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം ഹജ്ജിന് പോകുന്ന എല്ലാ ആളുകളോടുമായി ഈ വിനീതൻ ഓർമ്മപ്പെടുത്തുകയാണ്. അഥവാ ഇന്നല്ലാഹ ഔഹാ ഇലയ്യ, മുത്തുനബി പറയാണ്, പടച്ച റബ്ബ് എനിക്ക് വഹ്യ് നൽകുകയാണ്. മുത്തുനബിയെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നു, യാ അഖൽ മുൻദിരീൻ വയാ അഖൽ മുർസലീൻ. ഹബീബായ മുത്തുനബിയെ വിളിക്കുന്നു. ആളുകൾക്ക് നിർദ്ദേശങ്ങളും താക്കീതുകളും സുവിശേഷങ്ങളും നൽകേണ്ട സമയത്ത് നൽകേണ്ട രൂപത്തിൽ നൽകുന്ന ഹബീബായ മുത്തുനബിയെ, ഹബീബായ റസൂലുള്ളാഹിയെ അല്ലാഹു വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, അൻദിർ ഖൗമക, അവിടുത്തെ ജനപദികളോട്, അവിടുത്തെ ഉമ്മത്തിനോട് അവിടുന്ന് താക്കീദിന്റെ സ്വരത്തിൽ പറയണം. താക്കീദിന്റെ സ്വരത്തിൽ അവിടുന്ന് പറയണം. കാര്യം എന്തേ? അത് അല്പം കടുപ്പപ്പെട്ട വിഷയമാണ്, അല്പം ഗൗരവപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് താക്കീദിന്റെ സ്വരത്തിൽ നബിയെ അവിടുന്ന് ഓർമ്മപ്പെടുത്തണം. എന്തേ കാര്യം? അല്ലാ യദ്ഖുലു ബൈതൻ മിൻ ബുയൂതി ഇല്ലാ ബിഖുലൂബിൻ സലീമത്തിൻ വഅൽസിനത്തിൻ സാദിഖത്തിൻ. എൻ്റെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ, എൻ്റെ പരിശുദ്ധ ഗേഹത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ സലീമായ ഖൽബോട് കൂടെയല്ലാതെ നബിയെ വരരുത് കേട്ടോ, പറയണം അവിടുത്തെ ജനങ്ങളോട്. എത്ര വലിയ താക്കീതാണ് പ്രിയപ്പെട്ടവരെ ഇത്! സലീമായ ഖൽബോട് കൂടെയല്ലാതെ എന്റെ പരിശുദ്ധ ഭവനത്തിലേക്ക് ഒരുത്തനും പ്രവേശനമില്ലെന്ന് പറയണം നബിയെ. സലീമായ ഖൽബ് എന്താണത്? കെടുമ്പില്ലാത്ത, കിബറില്ലാത്ത, പകയില്ലാത്ത, പ്രതികാരവാജ്ഞയില്ലാത്ത, നിഷ്കളങ്കമായ നിർമ്മലമായ ഒരു ഹൃദയത്തിന്റെ ഉടമയായി മാറുക. കിബർ ആ ഹൃദയത്തിലില്ല. എന്താ ഇത് പ്രത്യേകം പറയാനുള്ള കാരണം? വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. ഹജ്ജിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു ഇശലാണ്, പ്രത്യേകമായ ഒരു ശൈലിയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. വലില്ലാഹ്, അല്ലാഹുവിനെ ആദ്യം പറഞ്ഞു. അല്ലാഹ്ക്കാണ്. എന്തേ അല്ലാഹുവിനെ ആദ്യം പറയാനുള്ള കാരണം? ഹജ്ജ് എന്ന് പറയുന്ന അമല് മറ്റു അമലുകളെ പോലെയല്ല, പരസ്യമായി ചെയ്യേണ്ട ഒരു അമലാണ്. സ്വകാര്യമായി ആരും അറിയാതെ ചെയ്യാൻ പറ്റുന്ന അമലുകളല്ല ഹജ്ജിലുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മനസ്സ് മാറാൻ, ഹൃദയം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാൻ സാധ്യതകൾ കൂടുതലുള്ള ഒരു അമലാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ഹജ്ജിന്റെ അമലുകളിൽ അല്ലാഹ് വലില്ലാഹ് ആ ഒരു ചിന്ത മാറുന്ന ഒരു ഘട്ടം ഹജ്ജിന്റെ അമാലുകളിൽ എവിടെയും തന്നെ ഹജ്ജാജുമാരിൽ സംഭവിക്കാൻ പാടില്ല. ഞാൻ ഈ വർഷം ഹജ്ജിന് പോകുന്ന ആളാണ്, അങ്ങനെ ഒരു ചിന്ത, ഒരു തലഖനം ഖൽബിൽ വരാൻ പാടില്ല. അവിടെ എത്തിയതിന്റെ ശേഷം ഞാൻ ഹജ്ജിന് അവസരം കിട്ടിയ ആളാണ്, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഹജ്ജൊക്കെ കഴിഞ്ഞ് വരുന്ന ആളാണ്. ഇങ്ങനെ ലവലേശം ഒരു ചിന്ത ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരാളുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അതേ സമയത്ത് കടന്നുകൂടാനുള്ള സാധ്യത കൂടുതലാണ്. ഇങ്ങനെ ഒരു ചിന്ത ഹൃദയത്തിൽ കടന്നു വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് തന്നെ ആ സാധ്യതയുടെ കവാടങ്ങളെ പടച്ച റബ്ബ് കൊട്ടിയടക്കുകയാണ്. അതുകൊണ്ടാണ് വലില്ലാഹ് എന്ന പ്രയോഗം ആ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യം തന്നെ പടച്ച റബ്ബ് ഓർമ്മപ്പെടുത്താനുള്ള കാരണം. ഇത് എന്നോടും അതേ പ്രകാരം ഈ വർഷം ഹജ്ജിന് പോകുന്ന എന്റെ പ്രിയപ്പെട്ട ഇഖ്വാനീങ്ങളോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ എല്ലാ അമലുകളും ചെയ്ത് സന്തോഷത്തോടെ ഇസ്സത്തോടെ തിരിച്ചു വരാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഹൃദയത്തിൽ ചിലപ്പോ ഏതെങ്കിലുമൊക്കെ ആളുകളോട് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരും. എല്ലാവരോടും ഒരേ രൂപത്തിലാവില്ല. ചില ആളുകളോട് നമുക്ക് തൃപ്തി ഉണ്ടാവും, ചില ആളുകളോട് നമുക്ക് വലിയ തൃപ്തി ഉണ്ടാവും, ചില ആളുകളോട് നമുക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇങ്ങനെ പലതുമാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ. അവിടെ എത്ര നമ്മൾ കുറഞ്ഞു കൊടുക്കേണ്ടി വന്നാലും, ഇവിടെ നമ്മൾ ഹജ്ജിന് പോകുന്നവർ ശ്രദ്ധിക്കേണ്ടത്,
എത്ര നമ്മൾ കുറഞ്ഞു കൊടുക്കേണ്ടി വന്നാലും നാം പൊരുത്തപ്പെടിക്കേണ്ട ആളുകളോട് പൊരുത്തപ്പെടിച്ചിട്ടല്ലാതെ എന്റെ ഭവനത്തിലേക്ക് വരണ്ട എന്ന് മുത്തുനബിയോട് അല്ലാഹു തആല പറയാൻ പറഞ്ഞതാണ്. അങ്ങോട്ട് പോകും, കാശ് പോകും. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പക്ഷേ നമ്മുടെ പേരക്കുട്ടികളാവും, ഓരോടൊപ്പം എങ്ങനെ ഞാൻ പറയാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളാകും, അല്ലെങ്കിൽ അവനോട് എങ്ങനെ ഇപ്പൊ ഞാൻ പറയാം, അവനാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറഞ്ഞോട്ടെ. ഇല്ല, ഇങ്ങനെയുള്ള ഇതാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ഭൂമിയോളം താഴേണ്ടി വന്നാലും നമ്മൾ നമ്മുടെ റബ്ബിനെ തേടി പോവുകയാണ്. നമ്മുടെ റബ്ബ് ആരാണ്? നമ്മുടെ റബ്ബിനോളം വിട്ടുവീഴ്ച ചെയ്യുന്ന വേറെ ഒരാളില്ല. നമ്മുടെ മക്കളാവട്ടെ, നമ്മുടെ പേരമക്കളാവട്ടെ, അവരിൽ എത്ര വലിയ അധപകേടുകൾ സംഭവിക്കട്ടെ, എന്ത് അനീതികൾ അവരിൽ ഉണ്ടാവട്ടെ, അവർ റബ്ബിന്റെ ഇബാദുകളാണ്, അവർ റബ്ബിന്റെ അടിമകളാണ്. ഇത് നമ്മൾ മറക്കാൻ പാടില്ല. അതുകൊണ്ട് എല്ലാ ആളുകളോടും പൊരുത്തം വാങ്ങി, എല്ലാ ആളുകൾക്കും നമ്മൾ പുറത്തു കൊടുത്ത്, പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിൽ ഏതെങ്കിലുമൊക്കെ ആളുകളെ ആലോചിക്കുമ്പോഴേക്ക് ഒരു പ്രയാസം വരുന്നുണ്ടെങ്കിൽ അവരോട് പ്രത്യേകമായി പൊരുത്തപ്പെടിച്ചിട്ടല്ലാതെ നമ്മൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോകാൻ പാടില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. സലീമായ ഖൽബുമായിട്ടല്ലാതെ ഇങ്ങോട്ട് പ്രവേശനമരുത് നബിയേ. വഅൽസിനത്തിൻ സാദിഖത്തിൻ, രണ്ടാമത് പറയുന്നത് വഅൽസിനത്തിൻ സാദിഖത്തിൻ, നല്ല നാവുമായിട്ടേ ഇങ്ങോട്ട് കടക്കാൻ പറ്റുള്ളൂ. എന്തെയാ പറഞ്ഞത്? അവിടെ വെച്ചിട്ട് നാവ് നന്നാക്കുകയല്ല. സാദിഖായ ഒരു നാവ് കിട്ടണമെങ്കിൽ അങ്ങോട്ട് എത്തുന്നതിന്റെ മുമ്പേ തന്നെ ആ നാവ് സാദിഖായി മാറണം. ആ പരിശുദ്ധ ഹറമിലേക്ക് എത്തുന്നതിന്റെ മുമ്പേ ഇസ്തിഗ്ഫാർ ചൊല്ലി, തൗബ ചെയ്തു, സ്വലാത്ത് വർദ്ധിപ്പിച്ച്, ദിക്റുകൾ ചൊല്ലി പച്ച പിടിച്ച ഒരു നിഷ്കളങ്കമായ നല്ല ക്ലാരിറ്റിയും തിളക്കവുമുള്ള ആ ഒരു നാവുമായിട്ടേ ഈ ഭവനത്തിലേക്ക് വരാമോ. അങ്ങനെയുള്ള ഒരു നാവുമായിട്ട് വരട്ടെ ഇങ്ങോട്ട് വരുന്ന ആളുകൾ. എന്തേ? ഇവിടെ പലതും ചോദിക്കാനുണ്ട്. ഇവിടെ നിന്ന് ഓരോ അടയാന്മാർക്കും പടച്ചോനോട് പലതും ചോദിക്കാനുണ്ട്. എന്തൊക്കെയാണ് ആ ചോദിക്കാനുള്ളത്? ദുനിയാവ് മാത്രല്ല, ആഖിറവും ദുനിയാവും പടച്ച റബ്ബിനോട് ചോദിക്കാനുള്ളതാ. ചോദിക്കുമ്പോഴേക്ക് റബ്ബത് പാസ്സാക്കി കൊടുക്കാനുള്ളതാ. അപ്പൊ ചോദിക്കാൻ പറ്റിയ ഒരു നാവുമായിട്ടേ ഇങ്ങോട്ട് വരാൻ പറ്റൂ. ചോദിക്കാൻ പറ്റിയ ഒരു നാവുമായിട്ടേ, മലിനമായ നാവുമായി എന്നോട് ഇവിടെ നിന്ന് ചോദിക്കാൻ പറ്റൂല. മലിനമായ ഒരു നാവുമായിട്ട് ഈ വിശുദ്ധ ഭൂമിയിൽ നിന്ന് എന്നോട് ചോദിച്ചു പോകരുത്. അതുകൊണ്ട് ചോദിക്കുന്ന നാവ് ക്ലിയറാക്കിയതിന്റെ ശേഷമേ ഈ പരിശുദ്ധ ഭവനത്തിലേക്ക് പ്രവേശനമുള്ളൂ. അതാണ് വൽസിനത്തിൻ സാദിഖത്തിൻ, കളവ് പറയാത്ത, ഗീബത്ത് പറയാത്ത, നമീമത്ത് പറയാത്ത, പരദൂഷണങ്ങളില്ലാത്ത, ഒരാളെയും ചെറുതായി കാണാത്ത, അതേ അഹന്തയുടെ സംസാരങ്ങളില്ലാത്ത നല്ല ഒരു നാവുമായിട്ടേ ഇങ്ങോട്ട് പ്രവേശനം പാടുള്ളൂ. അല്ലാഹു മുത്തുനബിയോട് അവിടുത്തെ ഉമ്മത്തികളെ താക്കീതിന്റെ സ്വരത്തിൽ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളാണ്. അതേ പ്രകാരം എല്ലാ വിധത്തിലും വിശുദ്ധമായ സ്വകാര്യാവയവങ്ങളുമായിട്ടേ ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ. എല്ലാ കാരണം എന്തേ? ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഭംഗിയുള്ളവർ, ചന്തമുള്ളവർ, നല്ല സൗകുമാര്യതയുള്ളവർ, ഒറ്റ നോട്ടത്തിന് കണ്ണെടുക്കാൻ ഒരു പക്ഷേ പഠിച്ചു പോകുന്ന അത്രയും വലിയ സൗന്ദര്യത്തിന്റെ പ്രതിരൂപങ്ങളായ ആളുകൾ എല്ലാം അല്ലാഹുവിന്റെ ഉമ്മരപ്പടിക്ക് മുമ്പിൽ വട്ടമിട്ട് കറങ്ങുകയാണ്. ആ സമയത്ത് നിന്റെ ഏത് മനസ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങൾക്കോ എന്തെങ്കിലും വിധത്തിലുള്ള അപജയങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതാണ് ശ്രദ്ധിക്കണം. അങ്ങനെ ആ ഒരു ചിന്തയുമായി, അത്തരത്തിലുള്ള അവയവങ്ങളുമായി എന്റെ വിശുദ്ധ ഭവനത്തിലേക്ക് പ്രവേശിക്കരുത് കേട്ടോ. അവർക്ക് പ്രവേശനമില്ല. അങ്ങനെയാണ് അവര് പ്രവേശിച്ചതെങ്കിൽ, പൊരുത്തപ്പെടിക്കാനുള്ളവരോട് പൊരുത്തപ്പെടിക്കാതെ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് എങ്കിൽ,
ഫഇന്നി അൽഅനുഹു മാ ദാമ ഖായിമൻ ബൈന യദയ്യ ഹത്താ യറുദ്ദ തിൽക ദുലാമ ഇലാ അഹ്ലിഹാ. എന്തേ? ഹുഖൂഖുകൾ വിട്ടിട്ടില്ല, പൊരുത്തപ്പെടിക്കാനുള്ളത് പൊരുത്തപ്പെടിച്ചിട്ടില്ല. അങ്ങനെ ഇങ്ങോട്ട് ഓടി വന്നതാണ് എങ്കിൽ അവൻ എന്നെ തേടി വന്നതല്ലല്ലോ. അവൻ ഈ ഭവനത്തിന്റെ പരിസരത്ത് നിൽക്കുന്ന കാലത്തോളം എന്റെ ശാപത്തിന് വിധേയമായിരിക്കും കേട്ടോ. എന്റെ ശാപത്തിന്, എന്റെ ലഅനത്തിന് അവൻ വിധേയനായിരിക്കും. അവൻ തിരിച്ചു പോയിട്ട് പൊരുത്തപ്പെടിക്കണം, അതുവരെ എന്റെ ലഅനത്തിന് അവൻ വിധേയനായിരിക്കും. അത്രയും കടുപ്പാണ്. ആ കടുപ്പത്തിന്റെ കാരണം എന്താ? റബ്ബിന്റെ ഉമ്മരപ്പടിയിൽ അതിനേക്കാളേറെ ഒരു വലിയ സ്ഥലം അവന്റെ അടിമക്ക് ഇനി പോകാനില്ല. അവിടെ വന്ന ഒരു അടിയാനെ പടച്ച റബ്ബ് നിരാശനാക്കൂല. അവന് ഹായിബാക്കി വിടാൻ പറ്റൂല. പക്ഷേ ഹായിബാക്കി അവൻ റബ്ബിന്റെ ഉമ്മരപ്പടിയിൽ വന്ന് തിരിച്ചു പോകുന്ന ഒരുത്തനെ നിസാരനാക്കി പറഞ്ഞയക്കാൻ, ഒന്നും കൊടുക്കാതെ പറഞ്ഞയക്കാൻ, ഹായിബാക്കി പറഞ്ഞയക്കാൻ പടച്ച റബ്ബിന് വല്ലാത്ത പ്രയാസമുണ്ട്. അതുകൊണ്ട് യോഗ്യതകളൊക്കെയും എല്ലാ സർട്ടിഫിക്കറ്റുകളും ക്ലിയർ ആക്കിയിട്ട് വരട്ടെ ഇങ്ങോട്ട്. ആ ഒരു നിർബന്ധം പടച്ച റബ്ബിനുണ്ട്. അപ്പൊ തിരിച്ചു പോകുമ്പോ പടച്ച റബ്ബ് എല്ലാം കൊടുത്ത് സന്തോഷത്തോടു കൂടെ അവന്റെ ഇബാദുകളെ തിരിച്ചയക്കാമല്ലോ. അതുകൊണ്ട് ആ ഒരു യോഗ്യതയിലേക്ക് അടച്ച റബ്ബ് അവന്റെ അടിയാന്മാരെ വളർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെയാകുമ്പോ കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. എന്നാലോ ഈ പറയപ്പെട്ട രൂപത്തിലൊക്കെ കേടുകളൊക്കെ തീർത്തിട്ടാണ് പടച്ച റബ്ബിന്റെ ആ ഒരു പരിശുദ്ധ ഗേഹത്തിലേക്ക് ഒരാൾ വരുന്നതെങ്കിൽ فأكون سمعه الذي يسمع به وبصره الذي يبصر به ويكون من أوليائي وأصفيائي ويكون جاري مع النبيين والصديقين والشهداء والصالحين. ഇങ്ങനെയാണ് എന്നെയും തേടിയിട്ട് എല്ലാം പൊരുത്തപ്പെടിച്ച് നാവ് ക്ലിയറാക്കി മറ്റു അവയവങ്ങളൊക്കെ ശുദ്ധിയാക്കി എല്ലാ പടപ്പുകളോടുമുള്ള ഹുഖൂഖുകളൊക്കെയും വെട്ടിത്തീർത്ത് എന്നെയും തേടിയിട്ട് എന്റെ ഭവനത്തിലേക്ക് എന്റെ ഒരു അടിയാൻ വന്നു കഴിഞ്ഞാൽ അവന്റെ കണ്ണ് ഞാനായി മാറും കേട്ടോ, അവന്റെ കാത് ഞാനായി മാറും കേട്ടോ. വയകൂന മിൻ ഔലിയാഇ, എന്റെ ഔലിയാക്കളിൽ അവനെയും ഞാൻ കൂട്ടിച്ചേർക്കും കേട്ടോ. ഞാൻ സെലക്ട് ചെയ്ത ചില ആളുകളുണ്ട്. ആ ആളുകളുടെ കൂട്ടത്തിൽ അവനെയും ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. വയകൂന ജാരി മഅൻ നബിയ്യീന വസ്സദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ഇട്ടക്കാരാകുന്ന അവന്റെ അമ്പിയാക്കളുടെയും സുദീഖീങ്ങളുടെയും ശുഹദാക്കളുടെയും സാലിഹീങ്ങളുടെയും ചാരത്ത് അവനും അതേ ഒരിടം ഞാൻ നൽകുന്നതാണ്. അപ്പൊ കണ്ടോ നിങ്ങൾ, അത്രയും വലിയ ഒരു സ്ഥാനത്തേക്ക് ഈ ഹജ്ജ് കർമ്മം കൊണ്ട് ഒരു അടിയാനെ ഉയർത്താനുള്ള എല്ലാവിധത്തിലുള്ള ക്വാളിഫിക്കേഷനും കിട്ടണമെങ്കിൽ ഈ പറയപ്പെട്ട സംഗതികളൊക്കെയും ക്ലിയർ